ഹലോ ഗൈസിലൊക്കെ പുതിയൊരു വീഡിയോ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് ജാവ അടിക്കാൻ. അതെ, ഇന്ന് ഞാൻ ജാവ അടിക്കാൻ കളിക്കാൻ പോണു. ഇന്നും അതിൽ കളിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഡയലോഗ് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, നമ്മുടെ അപ്പം ഇന്ന് നമ്മൾ നാലാമത്തെ എപ്പിസോഡാണ്. അഞ്ചാമത്തെ എപ്പിസോഡാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ പണി ഒന്ന് സെറ്റാക്കാൻ പോണു. ഞാൻ സത്യത്തിൽ ഇത് മുമ്പേ ചെയ്തതാണ്. സെറ്റ് ഒരു പാലമൊക്കെ സീരിയലായിട്ട് പണിയെടുത്തതാണ്. പക്ഷെ ഇപ്പം പണി പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് മൈൻക്രാഫ്റ്റ് ഫാബ്രിക്കിലായിരുന്നു ചെയ്തത്. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഫാബ്രിക് ചെയ്തിട്ട് നമ്മൾ മറ്റേ റീപ്ലേ മോഡൊക്കെ ഇട്ട് സെറ്റാക്കിയതായിരുന്നു. ബട്ട് റീപ്ലേ മോഡ് എൻ്റെ ഫോണിൽ വർക്കായില്ല. അത് കാരണം എൻ്റെ ആ വീഡിയോ മൊത്തം കുളമായി. റീപ്ലേ മോഡിലാണ് ഞാൻ ഈ പാലം മൊത്തം പണിഞ്ഞത്. എൻ്റെ ഇൻട്രോ മാത്രമേ അതിനകത്തുള്ളായിരുന്നു, വേറെ ഒന്നും അതിനകത്തില്ല. ബാക്കിയെല്ലാം ഞാൻ ഈ പണിയേണ്ടതായിരുന്നു. അങ്ങനെ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പം എൻ്റെ ഒപ്റ്റിഫൈന് തന്നെ തിരിച്ചു വന്നു. പിന്നെ വേൾഡിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ 18ൻ്റെ പണി എനിക്ക് കിട്ടിയേനെ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാലം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതേ ഉള്ളതെല്ലാം പൊട്ടിച്ച് കാറ്റിട്ട് അതിന് അവൻ്റെ കണ്ണി വായി നോക്കണം, അവൻ എന്നെ ഒന്ന് അടിക്കണം. അവനിനി ആവശ്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയ സീൻ വീഡിയോ ആയിരുന്നു. ആ റീപ്ലേ മോഡ് ഉണ്ടായിരുന്നുണ്ടല്ലോ, നമുക്ക് സീനൊക്കെ ആയിരുന്നു. ഇനി ഇവിടുത്തെ ഈ കട്ടകൾ മൊത്തം നമ്മൾ വെട്ടി മാറ്റണം കേട്ടോ. അയ്യോ, നമ്മുടെ പണി എന്തായാലും ഏകദേശം കഴിഞ്ഞു. ഇവിടെ ഒരു മറ്റേ ആ സാധനം ഉണ്ടായിരുന്നു, ലവ ഉണ്ടായിരുന്നു, ട്രേഡർ, വാണ്ടറിങ് ട്രേഡർ. ഇവിടെ ഇരിക്കുന്നുണ്ടാ. ഇവ എനിക്ക് ഇങ്ങനെ തന്നായിരുന്നു. ഇത് കാരണം എൻ്റെ ഇപ്പൊ 4 എമറൽഡ് ഉണ്ട്. അതിന്റെ ആവശ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ മീൻ അത് ഈ 4 വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തായാലും ഞാൻ പാലത്തിന്റെ പണി എന്തായാലും കഴിഞ്ഞു. ഐ മീൻ പാലത്തിൽ നിന്ന് ഇതൊക്കെ എടുത്ത് മാറ്റി ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന്, പിന്നെ ഞാൻ ഇവിടെ ഫെൻസ് ഒക്കെ വെച്ച് സെറ്റ് ആക്കി കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ റെക്കോർഡിങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് അവിടെ നമ്മുടെ വിളകളെല്ലാം വിളഞ്ഞു നിൽക്കുന്നു. പിന്നെ അത് ചേച്ചിക്ക് മോഡിഫൈ ചെയ്തു. ഇത് നമുക്ക് ഇച്ചിരി കൂടെ കട്ടകൾ വെക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതും കൊണ്ട് ശരിയാവത്തില്ല, അതാണ് ഞാൻ വെക്കാതിരുന്നത്. പിന്നെ അകത്തോട്ട് ഞാൻ കുഴിച്ച് ഇപ്പോൾ ഡീപ്സിലേക്ക് വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. എടാ എന്താ ഞാൻ പോകുന്നത് ഇവിടെ വലിയ ഡോഗാക്കണം. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. നമുക്ക് ബ്രെഡ് ഉണ്ടായിരുന്നില്ല. അപ്പം നാളെ എന്തായാലും നമ്മുടെ പണി തുടങ്ങും. ഇന്ത്യയിൽ കുറച്ച് സ്റ്റോണും ഉണ്ട്, പിന്നെ കുറച്ച് വുഡുണ്ട്, പിന്നെ കുറച്ച് മണ്ണുണ്ട്. മണ്ണിൻ്റെ ആവശ്യമൊന്നും കിടക്കണം. പിന്നെ ഇതിനാണ് നമുക്ക് വേണ്ടിയത്. നമുക്ക് എന്തായാലും മേളിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാം. എന്തായാലും നാളെ രാവിലെ നമുക്ക് പണി നോക്കാം. അങ്ങനെ രാവിലെ അങ്ങനെ സൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോയിട്ട് നമ്മുടെ പണി എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പോകും. ബെഡും കൂടെ കൊണ്ടുവരാ, വേണ്ട, രാത്രി മോർണിംഗ് കിടന്ന് ഉറങ്ങിയാൽ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകണം നമ്മുടെ പണി ചെയ്യാനായിട്ട് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പണി തുടങ്ങുന്നത്. നമുക്ക് അതിനെ കുറച്ച് സ്ലാബും ഒക്കെ വേണം. ഐ മീൻ മറ്റേ ചെറിയ സ്ലാബൊക്കെ വേണ്ടി വരും. ഇത് 2 എടുത്തിട്ട് ഇട്ടില്ല. ഈ പാലം പണിയെന്ന് നിങ്ങൾ ട്യൂട്ടോറിയലായിട്ട് കണ്ടോളി. അത് സ്പീഡാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രസം കാണത്തില്ല. ഐ മീൻ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ പണി വയ്ക്കാം. എൻ്റെ ഒരു രീതിയിൽ ഞാൻ പണിയുന്നു മാത്രം. നമുക്കിനി സ്ലാബുണ്ട്, ഇതിലല്ലേ സ്ലാബ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ സാധനം എന്തൊന്ന് ചൂടാക്കട്ടെ. ഈ പുയലുണ്ടോ ഒന്നും ഇവിടെ പാലം പണിയൊന്നും ഇല്ല. അത് ഇച്ചിരി ചെറുതായിട്ടുണ്ടാവാൻ. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ വുഡൊക്കെ എടുത്തുകൊണ്ട് വരാം. എൻ്റെ കുറച്ച് സ്ലാബ് ഉണ്ട്. നമുക്ക് ഈ സ്ലാബല്ല വേണ്ടേ. എന്ത് ചെയ്താലും കൃത്യമായിട്ട് ചെയ്യണം. ഈ ഓറഞ്ച് ഞാൻ എന്തായാലും വേണ്ടത് വെച്ചിരിക്കുന്നത്. എൻ്റെ തോനയാണ്. തോന മീൻസ് നമ്മളെ കിടക്കുന്ന കിടപ്പ് വേണ്ട, അതെല്ലാം ഓറഞ്ചാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ ഇവിടെ മരമുണ്ട്, ഇത് ഞാൻ നട്ട് വിളിപ്പിച്ചാട്ടാ. സ്റ്റെപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇത് എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇതെല്ലാം നമ്മുടെ പണി തുടങ്ങാം. ഇവിടെ ഒരെണ്ണം വെക്കണം. ഇവിടെ ഒരെണ്ണം. ഇത് വെക്കുന്നതാണ് പാട്. ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് കണക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെ വെച്ച് പോകണം. ഇപ്പൊ താഴെ പോയാണ്. 1 2 3. എടാ ഞാൻ എസ് നോക്കിക്കൊണ്ടിരുന്നടാ. എസ് മേടിക്കാൻ പോയി. ഇത് ഭയങ്കര മേനക്കെട്ട പരിപാടിയാണ്.
ഞാൻ മറ്റേതിലും ഇതേപോലെയാണ് കാണിച്ചത്. മറ്റേ പിന്നെ സ്പീഡ് ആയതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ്. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ഇതിന്റെ അടിയിലുള്ളതുണ്ടല്ലോ വെട്ടിക്കളയണം. ബസ് ഇതേപോലെ ജസ്റ്റ് ഒരു സ്റ്റെയർ കണക്ക് ജസ്റ്റ് ഒന്ന് പണിയാം ഇതേപോലെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടോ ഈ ബ്ലോക്കുകളൊക്കെ അങ്ങ് പൊട്ടിച്ചു കളയുക. എന്തിനാ പൊട്ടിച്ചു കളയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കളക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അതല്ല, ആ ഡിവൈഡ് അല്ല. അതായത് ഇതിവിടെ 3 ഇതേ ഈ ഒരു രീതിയിൽ തന്നെ വെക്കണം. ഇതേപോലെ കണ്ടോ? ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഷേപ്പിൽ തന്നെ അപ്പുറത്തും പണിയണം. ഈ ഒരു സ്ഥലം നോക്കി പോട്ട് ഇതല്ലേ ഈ ഒരു ബ്ലോക്ക് ആണോ? എടാ ഇന്നലെ. ഓക്കെ, നമുക്ക് ഇതാണോ വെക്കേണ്ടത്? ഇതാണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പണി. ഇതെന്തായാലും നമുക്ക് പൊട്ടിക്കാനുള്ള സാധനമാണല്ലോ. അപ്പം ഞാൻ റെക്കോർഡിങ് ഓണാണ് എൻ്റെ. ഞാനെനിക്ക് റെക്കോർഡിങ് ഓണല്ലത്. ഇവിടെ ഒരെണ്ണം വെച്ച് 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 എത്ര മതി? എത്ര അതിൽ കറക്റ്റ് ആയിട്ടല്ലേ ഇത്? യെസ്, പെർഫെക്റ്റ്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 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 ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ അങ്ങ് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, എൻ്റെ സ്ലാബ് ഒക്കെ എന്തിനാ? അതാണ് ഇവിടെ കിടക്കുമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ വീണ്ടും അതേപോലെ 3 വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. കറക്റ്റല്ലേ? ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യണം. അയ്യോ, എടാ അതോടെ പൊട്ടിച്ച് വരില്ല. ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇത് പൊട്ടിക്കാനും നല്ല താമസമാണ്. അതാ 1 2 3 5 6. അയ്യോ, സ്ലാബ് തീർന്നു. അപ്പൊ നമുക്ക് ഇനി നേരെ പോട്ട്. ഞാൻ അത് കത്തിച്ച് വിടാനും മറന്നുപോയി. കുറച്ചും കൂടെ കത്തിക്കണമായിരുന്നു. ഇത്ര മതിയായിരിക്കുമല്ലേ? ഇതുകൂടെ കത്തട്ട്. നമുക്കിനി ഇതിനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിന്റെ സ്ലാബ് ആകണം. ഇനി സ്റ്റാക്ക് ആയിട്ട് വെക്കാൻ പറ്റില്ലേ? ഇങ്ങനെ എടുക്കണം. ഓഹോ, ലാസ്റ്റ് സ്റ്റോൺ 24 കിട്ടിയിട്ടുണ്ട്. 24 മതിയായിരിക്കുമല്ലേ? നമുക്ക് ഇവിടെ നിന്ന് ക്രൗച്ച് ചെയ്തിട്ട് ചെയ്യാം. എനിക്ക് വെള്ളത്തിൽ കിടന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കാനും പാടാണ്. ഞാൻ എങ്ങോട്ടാണ് പോണേ? ഇപ്പം സീന്ന് കൈയെടുത്താൽ ഞാൻ താഴെ പോകും. അപ്പൊ നമ്മള് ഇത് ഭയങ്കര കൺഫ്യൂഷൻ പിടിച്ച് പരിപാടി. ഓക്കെ 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 ടീം. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വിടണം. ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുവാണ്. എന്തോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ ഇതൊരു പാലമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു ലുക്ക് ഇല്ലല്ലേ? അപ്പൊ ഇനി കുറച്ച് വുഡ് വേണം. ഐ മീൻ ദിസ് വുഡ്. മറ്റേ അത് വെച്ചിരുന്നെങ്കിൽ സീനായിരുന്നു. 1 ഇനി ഒരു സ്ഥലം വിട്ടിട്ട് ഇവിടെ 1 2 3 4. എന്നിട്ട് ഇതിന്റെ ഒരു പ്ലേസ് വിട്ടിട്ട് 1 എടാ അങ്ങനെ 2 3 4 5 6 7. കറക്റ്റ് അല്ലേ ഇത്? ഓക്കെ, പെർഫെക്റ്റ്. ഇതെന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. എനിക്കെന്തോ തെറ്റ് പറ്റി ഇതിനകത്ത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിന്റെ ഒരെണ്ണം വിട്ടിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് തന്നെ വലിച്ചുകൊണ്ട് പോകണം അതിനകത്ത്. ഇവിടെ ഓക്കെ, കറക്റ്റ്. അപ്പൊ ഇനി ഇതിൽ നിന്ന് ഒരു ബ്ലോക്ക് വിട്ടിട്ട് എന്നെ അങ്ങോട്ട് വലിക്കുന്നടാ അത്. അയ്യോ, ഇത് ഭയങ്കര പാടി പിടിച്ച പരിപാടിയാണ്. ഒരു റിയലിസ്റ്റിക് ഫീലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യും. ഓക്കെ, ഞാൻ അപ്പുറത്തും അതേപോലെ നമുക്ക് ചെയ്യണം. എടാ നമുക്ക് ഫ്രീ ഫയറിന്റെ വീഡിയോ കൂടെ ഇട്ടല്ല? ഫ്രീ ഫയർ ഇതിപ്പോ ഭയങ്കര ചാനൽ. എനിക്ക് വേറൊരു ചാനൽ കൂടെ ഇടാം. അതിനകത്ത് നമുക്ക് ഫ്രീ ഫയറിന്റെ വീഡിയോ ഇടാം. അയ്യോ, അങ്ങനെ എത്തത്തില്ല ഇത്. ഞാൻ പോക്കറ്റ് അടിക്കാൻ കളിച്ചിട്ട് ഇപ്പൊ കുറെ നാളല്ലേ. അടുത്തപ്പോ പോക്കറ്റ് അടിക്കാൻ കളിക്കണോ അതോ ഇത് തന്നെ തുടരണോ? നിങ്ങൾ തന്നെ പറയൂ. ഇത് തന്നെ തുടരുവാണെങ്കിൽ ആ പോക്കറ്റ് അടിച്ച് അവിടെ തന്നെ കിടക്കും ചിലപ്പോൾ. നിങ്ങൾ പറ, നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം.
എനിക്ക് തോന്നുന്നു എടാ എന്തൊരു പരിപാടിയിലായത്. എൻ്റെ അപ്പം ഇനി വേറെ വുഡില്ല, ഇനി വുഡ് കളക്ട് ചെയ്യണം. അവിടെ വുഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അവിടെ ഇരിക്കുന്നതാണ്. ഉയ് അത് ലാഗാണോ അത്? അല്ലല്ലോ, ഫ്രെയിം ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ആയതാ. എനിക്കിപ്പോൾ അപ്പോൾ എത്ര FPS വരുന്നുണ്ട്? എനിക്ക് 60 FPS കിട്ടുന്നുണ്ടല്ലേ. ഗുഡ് 60 FPS കിട്ടത്തുള്ളൂ. ഫ്രീ ഫയറിൽ എനിക്ക് 90 FPS, BGMIക്ക് 144 FPS. എനിക്ക് ഞാൻ കളിക്കുന്ന ഗെയിമിനകത്തൊന്നും എനിക്ക് നല്ല FPS കിട്ടത്തില്ല. കളിക്കാത്ത ഗെയിമിലൊക്കെ ഞാൻ BGMI തൊട്ടിട്ട് പോലും ഇല്ല. എനിക്കത് കളിക്കാനും അറിയത്തില്ല. ഓക്കെ ഇനി ഇത് ജസ്റ്റ് ഒന്ന് എടാ, അപ്പം ഇനി വേണ്ടി വരുമല്ലോ വുഡ്. ഇനി വുഡ് തോന്നെ വേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അവിടെ ഒന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാം. ഓ അതിനപ്പുറത്തെ സൈഡിൽ പോകണമല്ലോ. ഓ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ നമുക്ക് എന്തായാലും കുറച്ച് വുഡ് കളക്ട് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ ഇനി എവിടെ ഉണ്ട് തോണ്ടേ? ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ? ഞാൻ അന്നൊന്നും നോക്കിയിട്ട് ഇവിടെ ഒരു വാങ്ങി കണ്ടില്ല. വീട് പണിയുന്ന സമയത്ത് ഒരു മാങ്ങയും കണ്ടില്ല ഞാൻ. എന്തിനുണ്ട് ഇനി എവിടെ ഉണ്ട്? അതിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അതങ്ങ് തൂക്കാം. അത് ഞാൻ എന്തായാലും വെറുതെ വെച്ചേക്കുക. ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ടൊന്നുമല്ല വെച്ചേക്കുന്നത്, അത് വെറുതെ ഇരിക്കുന്നേ അവിടെ. ഞാൻ ഇതേപോലത്തെ യൂസിന് വേണ്ടിയിട്ട് അത് അവിടെ വളർത്തി വെച്ചിരുന്നേ. എന്തായാലും നമ്മുടെ കയ്യിൽ സാപ്പിംഗ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നു, ഇവിടെ ഒരെണ്ണം നടുന്നു, ഇതിനെ അങ്ങ് തൂക്കുന്നു. ഓക്കെ സീൻ. ഓക്കെ നമുക്ക് വേണ്ട 13 വുഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കൂടെ എടുത്താലോ? അതൊരു ശരി. ഓയ് അടാ, കുറച്ചും കൂടെ വന്നിരുന്ന അങ്ങോട്ട് വരായിരുന്നു. ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്തായാലും ജോയിൻ ചെയ്ത് വിടാം. 1 2 3 4 5 6 7 8 9 1 2 3. ഓക്കെ അപ്പം ഇനിയും വുഡ് വേണം. എടാ ഈ വുഡ് കണക്ട് ചെയ്യുന്നതാണ്ടാ പരിപാടി. നമുക്ക് അടുത്ത ഹാർഡ് കോർ വിളിച്ചാലേ. ഹാർഡ് കോർ വിളിച്ചിട്ട് എൻ്റെ ഒരു ഹാർഡ് കോർ വേൾഡ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. അത് കളിച്ച് നോക്കിയതാണ്, പക്ഷെ കൊള്ളാം. ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും അത് ചെയ്തിട്ടില്ല. ഞാൻ ഡ്രാഗനെ കൊന്നു അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഫുൾ നെതർ ആർമർ. എടാ എൻ്റെ വീട് എവിടെയാ? അത്ര ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീട് പണി വെച്ചിട്ടുണ്ട്, പക്ഷെ ആ വീടിച്ച് കൂടെ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെടി നട്ടു വെച്ചാൽ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ എന്തായാലും 1 1 2 3 4. ഓക്കെ ഇവിടെ എന്തോ, ഇവിടെ നമുക്കിനി സ്റ്റെയർ പണിയണം. എനിക്ക് കുറച്ച് വുഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റെയർ പണിയാം. ഹൗ ടു മേക്ക് സ്റ്റെയർ? അതാണ്ട് സ്റ്റെയർ 4 എണ്ണോ? ഒന്നും കൂടെ വേണം, ഒരു 4 കൂടെ വേണം. മൊത്തത്തിൽ 8 എണ്ണം വേണ്ടി വരും. ഓക്കെ നമുക്കിവിടെ 1 2 1 ഷിറ്റ് ഇനി അതിൻ്റെ വായി പോയത്. ഓക്കെ 1 2 3. അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതേപോലെ ഇരിക്കണം. എടാ പിന്നെയും വേണ്ടി വരുമല്ലോടാ. എന്തിടാ ഇത്? പിന്നെയും വേണ്ടി വരും. എൻ്റെ വുഡ് ഉണ്ടോ? എൻ്റെ ഇഷ്ടംപോലെ വുഡ് ഉണ്ട്. നമുക്ക് സീനാകാം. വുഡ് അതാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവനെ അങ്ങ് തൂക്കാം. ഓക്കെ ഇത്ര മതിയായിരിക്കും അല്ലേ? ഇപ്പൊ നോക്കട്ടെ. ഇവിടെ എന്തരോ ഞാൻ മിസ്റ്റേക്ക് ചെയ്തു കേട്ടാ, നീ അങ്ങനെയാണ് തോന്നുന്നത്. എന്തരോ പോലും ഇങ്ങനെയല്ല സത്യത്തി ഇരുന്നത്. ഇത്ര വുഡ് ആണോ? ഓക്കെ കറക്റ്റ് വുഡ് കിട്ടിയിടാ എനിക്ക്, കറക്റ്റ് വുഡ്, പെർഫെക്റ്റ് ഫാൻ. ഇനി നമുക്ക് വുഡിന്റെ സ്ലാബ് മാങ്ങ നമുക്ക് ഒത്തിരി കിടന്ന് ഉറങ്ങാം. ഇല്ല ഈ ക്രീപ്പർ എങ്ങാണ് വന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാ വിടുന്നേ അമ്മരി അമ്പൊക്കെ. നമുക്ക് ഈ മേളിൽ കിടന്ന് ഉറങ്ങാം, എന്നിട്ട് രാവിലെ എണീറ്റ് പോവാം. അവനെ ഒരു തട്ടും തട്ടിയിട്ട് പോവാം. നിയർ ബൈ മോൺസ്റ്റർ. മേളത്തെ നില സുമ്മാവാ. ചുമ്മാവാ ഇപ്പൊ മേളത്തെ നില കൂടാ. ഇനി എന്താ ചൂടാ? ഇനി എന്നെ കൊന്നു കാണിക്കടേ. കൊന്നു കാണിക്കടേ. ഓക്കെ അപ്പം ഓക്കെ റീസ്പോൺ പോയിന്റ് കൂടെ തെറ്റില്ല. ഇവിടെ നമുക്ക് നേരെ താഴെ ചാടാക്കൂ. ഷിറ്റ് അത് പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നേരെ താഴെ ചാടായിരുന്നു.
കഴപ്പൊക്കെ അങ്ങനെ ഏറ്റമാണ്. ഇനി ഞങ്ങൾ താഴെ പോകാൻ വയ്യ. ഓക്കെ, വാട്ടർ ബക്കറ്റ് ഉള്ളപ്പോ നമ്മൾ എന്തിനാ മേടിക്കുന്നേ? എടാ വാട്ടർ ബക്കറ്റിന് ഞാൻ പിക്കാക്സ് എടുത്തടാ. എവിടെയാണ് പോയി? അവനൊക്കെ കത്തി ചത്ത് കാണുമ്പോ നമുക്ക് നേരെ പോയിട്ട് പോയി. അതെന്താ എനിക്ക് സ്പീഡിൽ വരാതെ വരുന്നത്? സ്പീഡിൽ കാണിച്ചുതരാം. ഓക്കെ, നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ സ്ലാബാണ് വേണ്ടത്. 3 സെറ്റ് മതി, 18 എണ്ണം. ഇവിടെ ഒന്ന്, ഇവിടെ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. നമുക്കിനി കുറച്ച് ഒരു വുഡും കൂടെ വേണം കേട്ടാ. അതായത് ഒരു ഇത് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇത്ര വേണ്ടായിരുന്നു. 10 എണ്ണം വേസ്റ്റ് ആയി. ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡാണ്. ഒരു സെറ്റ് ഒറ്റ വുഡ് കണ്ടാൽ മതി. ഒറ്റ വുഡ് കിട്ടി തോണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് എവിടെ ഓടുന്നടാ? ഓക്കെ, നമുക്ക് വേണ്ട വുഡൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് കുറച്ച് മതിയായിരുന്നു. ഇത്ര ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് എടുക്കുന്നു. ഓക്കെ, സീൻ. ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് വുഡ് കൊള്ളാല്ലേ, കുഴപ്പമില്ല. ഞാൻ ഇങ്ങനല്ല ഉദ്ദേശിച്ചത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി വെച്ച വുഡ് ഇതിന്റെ പാതിയാക്കി വെക്കണം. ഐ മീൻ 1 2 3 4 5 6 7 8 9 10 11. ഇത് അപ്പൊ നമുക്ക് ഇത് കൂട്ടണ്ട. അപ്പൊ 10 ആവും. 1 2 3 4 5 6 9 10. അപ്പം ഇതിന്റെ ഒരു മിഡായിട്ട് നമുക്ക് ഇവിടോട്ട് വയ്ക്കാല്ലേ? ഓക്കെ, ഗുഡ്. കൊള്ളാവോ? ഇച്ചിരി ഇങ്ങോട്ട് ഇറക്കിയോ? ഒരു കട്ട ഇറക്കി വയ്ക്കാല്ലേ? ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഇത് നേരെ ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം. നമുക്ക് ഇനി കുറച്ച് വുഡും കൂടെ വേണ്ടി വരും കേട്ടാ. അൾട്രാ ഡീറ്റെയിൽ. ഓക്കെ, ഇനിയും വേണ്ടി വരും. ഇത് വേണ്ടി വരുമെന്നല്ല, വേണം. വേണ്ടേ? അത് അങ്ങനെ വെക്കാന്നേ ഉള്ളൂ. പക്ഷെ അതൊരു ഫീലില്ല. നമുക്ക് എല്ലാം റിയലിസ്റ്റിക് ആയിരിക്കണം. ഗ്രാഫിക്സ് ഞാൻ ഇടാത്ത എന്താണെന്ന് അറിയാലോ. ഇട്ട് കഴിഞ്ഞാൽ ചൂടാവും, പിന്നെ ലോഞ്ചർ ക്രാഷ് ആവും, അങ്ങനെ കുറച്ച് പ്രോബ്ലം. ഡെക്കറേഷൻ ഇന്ന് തൂക്കിയിടാന് ആരോടാ മോനെ ഇങ്ങനെ കളിക്കുന്നേ? ഇതെന്തോ ഒരു പൊട്ടാറ്റോ ഗ്രാഫിക്സ് ഫീലുണ്ടല്ലേ? എന്തൊരു കുറച്ചിട്ട ക്വാളിറ്റി കമ്പാക്റ്റബിൾ ടെക്സ്ചർ. ഓക്കെ, എല്ലാം ഫാൻസി ആക്കാം. ഇത് ഓഫ് ചെയ്തിട, ഇല്ലെങ്കിൽ മറ്റേ ഫുൾ ഗ്രാസ് കയറി വരും. ഇപ്പൊ ഇച്ചിരി കൂടെ ശരിയായെന്ന് തോന്നുന്നു. കണ്ട ഇപ്പോഴാണ് അതിന്റെ ഒരു ഫീല് വന്നത്. നേരത്തെ ഒരുമാതിരി പൊട്ടാറ്റോ ഗ്രാഫിക്സ് ആണ് കല്ലിയിരുന്നത്. കണ്ട ഇപ്പോഴാ സുന്ദരനായത്. അതാ ഒരു വേറൊരു ഫീല്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഒരു ട്രീയും കൂടെ കട്ട് ചെയ്യല്ലേ? വെറുതെ എന്തിനാ ഡെക്കറേഷൻ ഒക്കെ? ഇതിവിടെ ഇരിക്കട്ടെ. അത് തൂക്കാം. അതിൻ്റെ അടുത്ത് ആരെല്ലാം മരം കൊണ്ടുവയ്ക്കൂ. ഒരു ചേർച്ചയില്ല. പക്ഷെ കാര്യം കഴിഞ്ഞാൽ അത് വെച്ചത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേനെ? നമുക്ക് നേരെ റെക്കോർഡിങ് ഓണാണ് അതിൻ്റെ. യെസ്. ഞാൻ ഇച്ചിരി റെക്കോർഡിങ് ഓണല്ലെങ്കിൽ അത് പണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാലത്തിൻ്റെ പണി ഏകദേശം കഴിയാറായിരിക്കുന്നു സുഹൃത്തുക്കളെ. എടാ അത് ഇതൊരുമാതിരി ഇവിടെ വേണമായിരുന്നടാ. ഇവിടെ വേണമായിരുന്നടാ. പോട്ട് കുഴപ്പമില്ല, കാണാൻ കൊള്ളാം. എടാ എന്തുവാടാ, ഞാൻ ഈ മരം തൂക്കും കണ്ട ഇങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ ഒരു മരം ഇനി വേണ്ടി വരും. ഗൗണ്ടറ മരം ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ നാട്ടിൽ പോയിട്ട്
ഇവിടെ നമുക്ക് ഫുള്ള് ബിൽഡാകണം, ഫുള്ള് ഒന്നും മിച്ചം വെക്കണ്ട, എല്ലാം ഫുൾ ബിൽഡാകണം. നമ്മൾ തുതിയണ്ണനെ പൊട്ടിക്കണം. അത് 2 വർഷം എടുക്കും, എന്നാലും ഞാൻ 2-3 വർഷം എടുക്കും എന്തായാലും, അതെനിക്കും അറിയാം. നോക്കാം, ട്രൈ കർത്താ ഹൂം. അണ്ണന്റെ അത്രയൊന്നും ആവത്തില്ലെന്ന് എനിക്കറിയാം, വെറുതെ പറയുന്നേ. ഉയ് അവിടെ ഇതും വേണ്ടി വരൂലേ? യെസ്, അത് കഴിഞ്ഞു. എന്തരാ പോനെ ഏതറാ ഞാൻ വെച്ചെന്തൊരു വിഷം അങ്ങാണ്ട് തുപ്പി, ഞാൻ വെച്ചിട്ട് അത്തന്ന് കൊള്ളതില്ലേ, സീനായില്ലേ? ഓ ഏതാ ബിൽഡ്? നമുക്ക് ഇനി ഇവിടെ ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കണം, ഫെൻസ്. ഫെൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വുഡ് വേണം. ഉയ് വുഡ് മീൻസ് ഐ മീൻ സ്റ്റിക്ക് വേണം. എടാ ഇനിയും വുഡ് വേണോന്നടാ. എടാ ഇത് പൊട്ടിച്ചേനെ, വേണ്ട വേണ്ട വേണ്ട, അത് അവിടെ അവിടെ ഇരിക്കുന്നത് കാരണമാണ് ഒരു ലുക്ക്. ഇല്ല ഞാൻ അതിന് പൊളിക്കണം. അപ്പുറത്ത് വില്ലേജ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയായിരുന്നോ? അവിടെ അതിന് അയൺകോളത്തിനെ കൊല്ലാൻ ഞാൻ പോയായിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ ഒരു മരം, അവിടെ ഒരു മരം, അപ്പൊ രണ്ടെണ്ണം നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കെ, ഇനി ഇവിടെ എവിടെ കണ്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് വേണ്ടതല്ല നമ്മൾ കിട്ടിയിട്ടുണ്ട്. എത്ര വുഡായി? 10 എണ്ണം മതി, അത് മതി. വീടെന്തി? കിട്ടിയിരിക്കുന്നു വീട്. ഞാൻ അടിക്കാൻ നോക്കിയത് അവോട്ട് പോട്ട്, ഞാൻ ക്ഷമിച്ചു വിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരുപാട് എടുക്കണ്ട. ഫെൻസ് ഉണ്ടാക്കണമെങ്കിലേ, അല്ല ഫെൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാൻഡൺ ആണ് വെക്കാനുള്ളത്. എനിക്ക് ലാൻഡ് വെക്കാൻ ഒക്കത്തില്ല, എൻ്റെ ലാൻഡൺ ഇല്ല. ഇവിടെ വരണം, ഇവിടെ വരണം. ഇങ്ങനെ അല്ലല്ലോ ഇരുന്ന്, ഇവിടെ എന്തൊക്കെയാ ഞാൻ ചെയ്തല്ലോ. ഇവിടെ എന്തോ ചെയ്യണ്ടേ? ഇതൊക്കെ മതി, എൻ്റെ ആവശ്യമുള്ളൂ. മൊത്തം എടുക്കാം, 3 മതിയാ? ആ മതിയുടെ. ഓ ഓക്കെ, വെയിറ്റ് ആക്കെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വണ്ടി ഒരു തടിയും കൂടെ വെക്കണമായിരുന്നു, ഞാനത് വെക്കില്ല. എടാ എനിക്ക് പറ്റില്ല, ആ സാധനം ഒന്നും കൂടെ വേണമല്ലോ. ഇതിനിപ്പോ ഇരിക്കട്ടെ, ഇതറിയാതെ തോനെ ഉണ്ടാക്കി താണ്ട് ഇനി ഇരിക്കുന്നു. ഓക്കെ, ഇപ്പോഴാണ് പാലം ആയത്. നമ്മുടെ ഈ കുറച്ച് ടോർച്ച് ഉണ്ടായിരുന്നു, നമുക്ക് ആ ടോർച്ച് ഇവിടെ ഒരെണ്ണം വെക്കാം. ഇപ്പൊ നമ്മുടെ ഈ ടോർച്ചിന് കുറച്ച് ക്ഷാമങ്ങളൊക്കെ ഉണ്ട്, കോള് മൈനിങ്ങിനൊക്കെ പോകണം. ഇവിടെയും കൂടെ വെക്കണമായിരുന്നല്ലേ? അതെ അതെ അതെ, അവിടെയും കൂടെ വെക്കണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വെക്കണ്ട. എങ്ങനെ എൻ്റെ ഐഡിയ? ടോർച്ച് അവിടെ ഇനി കണ്ണ് കാണത്താണോ? ഒരെണ്ണം കിട്ടിയാ? ഞാൻ കണ്ണടിച്ചു പോയി. ഈ എഡ്ജിലും കൂടെ വെക്കാല്ലേ? സത്യത്തിൽ ലാൻഡ് ആണ് വെക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പരിപാടി എന്തായാലും ഇത്രേ ഉള്ളൂ. ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നടാ, എനിക്ക് ഞാൻ ഒരു സ്റ്റെയറും കൂടെ ഉണ്ടാക്കട്ടെ. സ്റ്റെയർ ഉണ്ടാക്കുന്ന ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ടല്ലോ, ഒരു സെക്ഷനും കൂടെ മതി. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡ് വ്യൂ കുളവാവാതിരിക്കാൻ നമുക്ക് സാധനം കൂടെ വെച്ചാൽ കുറച്ച് പരിപാടികളുണ്ട്. അത് ഞാനങ്ങ് വിട്ടതാണ്. ഇവിടെ വരണം, ഇവിടെ വരണം, പിന്നെ ആ സൈഡിൽ വരണം, ഇവിടെ വരണം. ഓക്കെ, നമുക്ക് വേണ്ട ഏതായാലും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടുത്തെ വ്യൂ ഒന്ന് നോക്കട്ടെ. അടി വ്യൂ നോക്കി ഞാൻ വെള്ളത്തിൽ പോയടാ. ഓക്കെ, ആ കൊള്ളാം, കുഴപ്പമില്ലാത്ത സാധനം തന്നെ. ഇനി ഇതിലെ കൂടെ കയറി തുർക്കനങ്ങ് പോവാ. ഇങ്ങനെ വരിക. ഉയ്, ഇതൊരു നല്ല സംഭവമാണ്. കുറച്ച് ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ സാധനം. ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഞാൻ ഇത് കൊണ്ടുവയ്ക്കുന്നവരെ നിങ്ങൾ കാണുക. ഗൈസ് നമുക്ക് ഫാബ്രിക് കളിച്ചാലോ? ഫാബ്രിക് കളിച്ച് കഴിഞ്ഞാൽ ഓ എട്ടാ എട്ടാ പടയോടെ വരുന്നടാ എട്ടാ. ഓ തൊലഞ്ഞ്. ഞാൻ നാളെ രാവിലെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങത്തില്ല. എടാ മോനി, എടാ മോനി, എടാ മോനി, എടാ മോനി. ഓ ഗ്ലാസ്സിൽ കൂടെ കണ്ട കുഴപ്പമില്ലല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ അതുവരെയും ഞാൻ പോണ്. ബൈ. ഞാൻ ഉറങ്ങട്ടെ എന്നിട്ട് പോയാൽ മതി. വീട്ടിൽ. ആ ഓക്കെ ബൈ.